ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആണ്, ഒരു സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. വളരെ സിമ്പിളായിട്ട്, അതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഒരു ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ഒരു ബൗള് മൈദപ്പൊടി, പിന്നെ ഒരു ബൗളിൽ ഞാൻ ഉരുക്കിയ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തതാണത്. കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി, എണ്ണ ആവശ്യത്തിന്, ഇതൊന്ന് ബാറ്ററാക്കി എടുക്കാൻ വേണ്ട വെള്ളം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ബൗളിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഉരുക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. ഇതുണ്ടോ? ഇനി നമുക്ക് ഒരു പാൻ വെച്ച്, ഇപ്പോൾ ഒരു പാൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മാവ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ചുകൂടെ ഒന്ന് ചൂടാവണമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ദേ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് മറിച്ചിടൂല കേട്ടോ. ഇത് നമ്മൾ നെയ്യപ്പം പോലെ മറിച്ചിടുവൊന്നുമില്ല. ഇങ്ങനെ എണ്ണ ഇങ്ങനെ നല്ല തിളച്ച എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് വേണം ഇതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ദേ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അടുത്തതും നമ്മൾ ഇതുപോലെ എടുത്തു. ഇനി ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്വീറ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. മറിച്ചിടരുത്. ഇതുപോലെ എണ്ണ ഇങ്ങനെ തെപ്പി ഒഴിച്ച് വേണം മുകൾ ഭാഗം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും നെയ്യപ്പമാണോ എന്ന്. പക്ഷേ ഇത് നെയ്യപ്പമല്ല കേട്ടോ. നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ ഉണ്ടെന്നുള്ളൂ. ഇത് നെയ്യപ്പമല്ല. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ദേ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റിയാണ്, മധുരമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.